കൊട്ടിഘോഷിച്ച് കേരള സമൂഹത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകളെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഓൺലൈൻ തുടങ്ങിയ ഒരു ചാനലായിരുന്നു ഫോർത്ത്. എന്നാൽ ചാനൽ അടച്ചുപൂട്ടി സിഇഒ അടക്കം മുങ്ങി എന്നാണ് പിന്നീട് നാം കേട്ടത്. ഫാം ഫെഡിൽ 300 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നും ആ പണമാണ്, ആ നിക്ഷേപകരുടെ പണം ഫോർത്ത് ചാനലിലേക്ക് വകമാറ്റുകയായിരുന്നുവെന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ വ്യക്തമാകുന്നു. ചാനൽ ഉടമകൾ അറസ്റ്റിലാവുകയും ചെയ്തു. നിക്ഷേപകരെ കബളിപ്പിച്ച് 600 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ദി ഫോർത്ത് ചാനൽ ഉടമകൾ അറസ്റ്റിലായി. ഫോർത്തിന്റെ മാതൃ കമ്പനിയായ ഫാം ഫെഡിന്റെ ചെയർമാൻ രാജേഷ് പിള്ള, മാനേജിംഗ് ഡയറക്ടർ അഖിൽ ഫ്രാൻസിസ് എന്നിവരാണ് പിടിയിലായത്. കവടിയാർ സ്വദേശിനിയായ നിക്ഷേപകയുടെ പരാതിയിലാണ് പോലീസ് നടപടി. സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ ഫാം ഫെഡ് എന്ന പേരിൽ പ്രതികൾ ഒരു കമ്പനി നടത്തുന്നുണ്ട്. ഈ കമ്പനി പിന്നീട് ദി ഫോർത്ത് എന്ന പേരിൽ മാധ്യമ രംഗത്തേക്ക് വരികയായിരുന്നു. ഇവർ ഫാം ഫെഡിൽ നിക്ഷേപവുമായി എത്തിയ തുക ഫോർത്തിലേക്ക് വകമാറ്റിയിരുന്നു. 2008 ആരംഭിച്ച ഫാം ഫെഡ് വൻ തുക ലാഭം വാഗ്ദാനം ചെയ്ത നിക്ഷേപകരിൽ നിന്ന് 3000 കോടിയിലധികം രൂപ തട്ടിച്ചുവെന്നാണ് പോലീസ് കേസ്. ഫാം ഫെഡിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ ഡയറക്ടർമാരായ ധന്യ, ഷൈനി, പ്രിൻസി, ഫ്രാൻസിസ്, മഹാവിഷ്ണു എന്നിവരും പ്രതികളാണ്. ഫാം ഫെഡിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് കമ്പനി ചെയർമാൻ രാജേഷ് പിള്ള, മാനേജിംഗ് ഡയറക്ടർ അഖിൽ ഫ്രാൻസിസ് എന്നിവരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെന്നൈയിലാണ് ഫാം ഫെഡിന്റെ കോർപ്പറേറ്റ് സ്ഥാപനം. കേരളത്തിൽ 16 ശാഖകളുണ്ട്. കറി പൗഡർ രംഗത്തും ഇവർ സാന്നിധ്യം അറിയിച്ചിരുന്നു. ഫോർത്ത് ചാനലിലേക്ക് കോടികൾ വകമാറ്റി ഒഴുക്കിയതാണ് ഫാം ഫെഡ് തകരാൻ കാരണമെന്ന് നിക്ഷേപകർ ആരോപിക്കുന്നു. അടുത്തിടെ ഫോർത്ത് ചാനൽ തന്നെ അടച്ചുപൂട്ടി സിഇഒ അടക്കം മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് നിക്ഷേപകർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ഫാം ഫെഡിനെതിരെ രംഗത്ത് വരികയായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പരാതികൾ ഫാം ഫെഡിനെതിരെ പോലീസിന് നൽകുമെന്ന് ഇവർ അറിയിച്ചു.